നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കൊട്ടാരക്കര നഴ്സിംഗ് കോളേജ് നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി KN ബാലഗോപാൽ. ETCയിലെ 3.5 ഏക്കർ സ്ഥലം ഏറ്റെടുക്കൽ നടപടി ഉടൻ പൂർത്തീകരിക്കും. നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുമെന്നും മന്ത്രി. ബിവറേജസ് കൗണ്ടറിൽ നിന്നും മദ്യം മോഷ്ടിച്ച യുവാവ് പിടിയിൽ. തേവലക്കര കോയിവിള സ്വദേശി ശരത്താണ് പിടിയിലായത്. പല തവണകളായി 40 കുപ്പി മദ്യമാണ് ഇയാൾ മോഷ്ടിച്ചത്. MDMAയുമായി യുവാവ് പോലീസിന്റെ പിടിയിൽ. കരുനാഗപ്പള്ളി കുലശേഖരപുരം സ്വദേശി സക്കീറാണ് പിടിയിലായത്. 11.260 ഗ്രാം MDMA ഇയാളിൽ നിന്നും പിടികൂടി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനം അനുബന്ധ പരിപാടികൾ പുരോഗമിക്കുന്നു. ഓച്ചിറയിൽ ചിത്രരചന ക്യാമ്പ്, തഴവ മണപ്പള്ളിയിൽ സെമിനാർ. വിശദമായ വാർത്തകളിലേക്ക്. കൊട്ടാരക്കര നഴ്സിംഗ് കോളേജ് നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി KN ബാലഗോപാൽ. BSc നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ലാമ്പ് ലൈറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊട്ടാരക്കര ETCയിലെ 3.5 ഏക്കറിൽ സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ കഴിഞ്ഞാൽ നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കൊട്ടാരക്കര ETCയിലെ സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയായാൽ CPAS നഴ്സിംഗ് കോളേജ് നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. BSc നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ലാമ്പ് ലൈറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബുദ്ധിമുട്ടുകൾ വരുന്ന ജീവിതത്തിന്റെ പല ബുദ്ധിമുട്ടുകൾ വരുന്നവരെയാണ് നിങ്ങൾ ആശ്വസിപ്പിക്കുന്നത്, ചികിത്സിക്കുന്നത്, അവർക്ക് സമാധാനം പകരുന്നത്. നോക്കുന്ന നഴ്സും ഡോക്ടറും ആശങ്ക ഉണ്ടാക്കുന്നവരാണെങ്കിൽ രോഗിയുടെ രോഗം വർദ്ധിക്കും. പക്ഷെ എപ്പോഴും വളരെ പീസ്ഫുള്ളായിട്ട് ഈ കാര്യമെല്ലാം നമുക്ക് ശരിയാവും എന്നൊരു കോൺഫിഡൻസ് കൊടുക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ ജീവിതം മറ്റൊരു മേഖലയെ പോലെയല്ല, വളരെ നമ്മുടെ സൗകര്യങ്ങൾ പലപ്പോഴും മാറ്റിവെച്ച് നിൽക്കേണ്ടി വരും. അപ്പോൾ അതിനുള്ള ട്രെയിനിങ് ഔപചാരികമായ ട്രെയിനിങ് അല്ല, അതുകൊണ്ട് മാത്രം കഴിയില്ല. പക്ഷെ ഇവിടെ നഴ്സിംഗിന് വന്ന കുട്ടികൾ അവരുടെ അത്യാവശ്യ ക്ലാസ്സുകൾ കഴിഞ്ഞിട്ട് നേരെ ക്ലിനിക്കൽ പരിശീലനത്തിന് പോകുന്നതിന് മുമ്പാണ് ഈ പ്രവൃത്തി എടുക്കുന്നത്. ആ ചടങ്ങ് ആണ് നടക്കുന്നത്. അത് ഒരു കുട്ടിയെ സംബന്ധിച്ച് അവർ ഡിഗ്രി പാസ്സായി പുറത്ത് ജോലിക്ക് പോകുന്നത് പോലെ തന്നെ പ്രധാനമാണെന്ന് ഞാൻ കരുതുന്നത്. കാരണം ആദ്യമായിട്ടാണ് ഒരു സിറിഞ്ച് കയ്യിലെടുക്കാനോ അതെടുക്കാൻ ചിലപ്പോൾ സമയം എടുക്കുമായിരിക്കും. പക്ഷേ അത്യാവശ്യം രോഗിയെ നേരിട്ട് കാര്യങ്ങളിലേക്ക് പോകുന്നിടത്തേക്ക് എത്തുന്നത് ആദ്യമായിട്ടാണ്. അപ്പം അതിന് നിങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. നഴ്സിംഗ് കോളേജിന് കെട്ടിടം നിർമ്മിക്കാൻ കഴിഞ്ഞ ബജറ്റിൽ പണം അനുവദിച്ചിരുന്നു. ETCയിലെ 3.5 ഏക്കറിൽ സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ കഴിഞ്ഞാൽ നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കും. കേരളത്തിന്റെ എല്ലാ മേഖലകൾക്കും ഗുണകരമാകുന്ന ബജറ്റാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. റോഡ് അപകടത്തിൽപ്പെടുന്നവർക്ക് ആദ്യ 5 ദിവസങ്ങളിൽ സൗജന്യ ചികിത്സ നൽകുന്നതിലൂടെ അപകട മരണങ്ങൾ കുറയ്ക്കുകയാണ് ലക്ഷ്യം. കേരളത്തിലെ വയോജനങ്ങളിൽ BPL വിഭാഗത്തിൽപ്പെട്ട 60 വയസ്സും അതിനു മുകളിലുള്ളവർക്കുമായി ന്യൂമോണിയ പ്രതിരോധ വാക്സിനേഷൻ പദ്ധതി നടപ്പിലാക്കാൻ 50 കോടി രൂപ വകയിരുത്തി. തൊഴിലുറപ്പ് പദ്ധതിക്കായി 1000 കോടി രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. ജനങ്ങളുടെ ക്ഷേമത്തിനാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ RS സപ്തമി അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികൾക്ക് പ്രതിജ്ഞയും ചൊല്ലി നൽകി. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി നഴ്സിംഗ് സൂപ്രണ്ട് KV സുജമോൾ, വൈസ് പ്രിൻസിപ്പൽ K ജിനു ജോൺ, CPAS എക്സിക്യൂട്ടീവ് അംഗം A അബ്ദുൽ വഹാബ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ബിവറേജസ് കൗണ്ടറിൽ നിന്നും മദ്യം മോഷ്ടിച്ച യുവാവ് CCTVയിൽ കുടുങ്ങി. തേവലക്കര കോയിവിള സ്വദേശി ശരത്താണ് പിടിയിലായത്. തെക്കും ഭാഗത്തെ പ്രീമിയം ഔട്ട്ലെറ്റിലായിരുന്നു സംഭവം. പല തവണകളിലായി 40 കുപ്പി മദ്യമാണ് മോഷ്ടിച്ചത്. ബിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്ന് 40 കുപ്പി മദ്യം മോഷ്ടിച്ച യുവാവാണ് അറസ്റ്റിലായത്. തേവലക്കര സ്വദേശി ശരത്തിനെയാണ് ചവറ തെക്കുംഭാഗം പോലീസ് അറസ്റ്റ് ചെയ്തത്.
തെക്കുംഭാഗത്തെ പ്രീമിയം ബിവറേജസ് ഔട്ട്ലെറ്റിലായിരുന്നു മോഷണം. ദിവസേനയുള്ള കണക്കെടുപ്പിൽ മദ്യക്കുപ്പികൾ കുറയുന്നത് ശ്രദ്ധയിൽപ്പെട്ട ജീവനക്കാർ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ആളെ പിടികിട്ടിയത്. ഉപഭോക്താക്കൾക്ക് നേരിട്ട് മദ്യം തിരഞ്ഞെടുക്കാൻ സൗകര്യമുള്ള പ്രീമിയം കൗണ്ടറായതിനാൽ ഇത് മുതലെടുത്ത് ഓരോ ദിവസവും കുപ്പികൾ വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചു കടത്തുകയായിരുന്നു ഇയാളുടെ രീതി. ഇത്തരത്തിൽ പലപ്പോഴായി 40 കുപ്പികളാണ് ശരത്ത് മോഷ്ടിച്ചത്. തെക്കുംഭാഗം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നടക്കയിൽ പ്രവർത്തിക്കുന്ന ബിവറേജിൽ നിന്നും മദ്യം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള സംശയത്തെ തുടർന്ന് നമുക്ക് ഫോൺ ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ചു ദിവസമായി നടക്കാവ് ബിവറേജസ് കേന്ദ്രീകരിച്ച് മഫ്തിയിൽ പോലീസുകാർ നിൽക്കുകയും ഇതിനെ തുടർന്ന് കഴിഞ്ഞ 28-ാം തീയതി മദ്യക്കുപ്പികൾ മോഷ്ടിച്ചു എന്ന് സംശയിക്കുന്ന ഒരാൾ ഹെൽമെറ്റ് ധരിച്ച് മദ്യക്കുപ്പി മോഷ്ടിക്കുന്നതായിട്ട് സംശയിച്ച് ഒരാളെ നമ്മൾ പിന്തുടരുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ടിയാൻ്റെ കൈവശത്ത് നിന്നും മദ്യവും മറ്റും കാര്യമായി പിടിച്ചു. ബില്ലും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതിനെ തുടർന്ന് ടിയാനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇന്നടുത്തു നിന്ന് മദ്യം നിരന്തരമായിട്ട് പോകുന്നുണ്ടായിരുന്നു എന്ന് ടിയാൻ നമ്മളോട് പറയുകയും മറ്റും ചെയ്തിട്ടുള്ളതാണ്. ഈ അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്താൻ വേണ്ടി സഹായിച്ചത്. പോലീസിൻ്റെ SI ജിബിയുടെയും സ്റ്റേഷനിലെ അൻസിഫ് മറ്റുള്ള പോലീസുകാരുടെയും വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ കുറ്റവാളിയെ കണ്ടെത്തുന്നതിന് വേണ്ടി സഹായിച്ചിട്ടുള്ളത്. ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചവറ. MDMAയുമായി യുവാവ് പോലീസിന്റെ പിടിയിൽ. കരുനാഗപ്പള്ളി കുലശേഖരപുരം സ്വദേശി സക്കീറാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്നും കരുനാഗപ്പള്ളിയിലും പരിസര പ്രദേശങ്ങളിലും വിൽപ്പനയ്ക്കായി എത്തിച്ച 11.260 ഗ്രാം MDMAയും ഇയാളിൽ നിന്ന് പിടികൂടി. പോലീസിനെ കണ്ട പ്രതി വിഴുങ്ങിയ MDMA ജില്ലാ ആശുപത്രിയിൽ നടത്തിയ വിദഗ്ധ പരിശോധനയിൽ പുറത്തെടുത്തു. അറസ്റ്റ് ചെയ്ത പ്രതിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കരുനാഗപ്പള്ളി ആദിനാട് വടക്ക് മദീന മൻസിലിൽ സക്കീറാണ് പോലീസിന്റെ പിടിയിലായത്. ഇയാൾ ബംഗളൂരുവിൽ നിന്ന് MDMA എത്തിച്ച് നാട്ടിൽ വിൽപ്പന നടത്തുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. 30-ന് ഉച്ചയ്ക്ക് ഇയാളെ പിടികൂടുന്നതിനായി കരുനാഗപ്പള്ളി പോലീസും കരുനാഗപ്പള്ളി ACP പ്രദീപ് കുമാറിന്റെ കീഴിലുള്ള സബ് ഡിവിഷൻ ഡാൻസ് ഓഫ് സംഘവും ഇയാളുടെ വീട്ടിലെത്തി. പോലീസിനെ കണ്ട പ്രതി കൈവശമുണ്ടായിരുന്ന MDMA വിഴുങ്ങി. ഉടൻ തന്നെ പോലീസ് ഇയാളെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. വിദഗ്ധമായ പരിശോധനയിൽ ഇയാളുടെ വയറ്റിൽ നിന്നും 11.260 ഗ്രാം MDMA ഡോക്ടർമാർ പുറത്തെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കിണറ്റിൽ വീണ കാട്ടുപന്നി ചത്തു. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് കൊറ്റമ്പള്ളി 11-ാം വാർഡിലാണ് സംഭവം. 2 ദിവസം മുൻപാണ് കിണറ്റിൽ പന്നി വീണത്. ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണ്. ഓച്ചിറ കൊറ്റമ്പള്ളി 11-ാം വാർഡിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. പറയാട്ട് തെക്കതിൽ രമേശിന്റെ വീട്ടിലെ കിണറ്റിലാണ് പന്നി വീണത്. വാർഡംഗം ചിഞ്ചു അറിയിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് N കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലാണ് പന്നിയെ കിണറ്റിൽ നിന്നും പുറത്തെടുത്തത്. സമീപ പ്രദേശങ്ങളിൽ പന്നിശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N കൃഷ്ണകുമാർ അറിയിച്ചു. വളരെ അടിയന്തരമായി മാവേലിക്കരയുള്ള അഖിൽ എന്ന് പറയുന്ന ഷൂട്ടർക്ക് ഈ കാട്ടുപന്നിയെ വെടിവെക്കുവാനുള്ള ചുമതല നൽകിയിരിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു വിഷയം, കണ്ടെത്താൻ കഴിയാത്തൊരു വിഷയം, ഇത് പകൽ സമയങ്ങളിൽ ഏതെങ്കിലും ഒളിസങ്കേതങ്ങളിലായിരിക്കും ഒളിച്ചിരിക്കുന്നത്. രാത്രി സമയങ്ങളിലാണ് ഇതിൻ്റെ സഞ്ചാരം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒളിസങ്കേതങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രമകരമായ ദൗത്യം. എങ്കിലും ഇന്ന് കൊറ്റമ്പള്ളി 11-ാം വാർഡിലെ പറയാട്ട് തെക്കതിൽ രമേശൻ്റെ വീട്ടിൽ കിണറിൽ ഒരു കാട്ടുപന്നി ചാടുകയും മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 2 ദിവസത്തോളം പഴക്കമുണ്ടായിരുന്ന ഈ മൃതദേഹം ഓച്ചിറ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വാർഡ് മെമ്പർ അറിയിച്ചതിനെ തുടർന്ന് ഇവിടെ വന്ന് അത് അടക്കം ചെയ്യുകയുണ്ടായി. ഈ പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായ സാഹചര്യത്തിൽ ഓച്ചിറ പഞ്ചായത്തിൻ്റെ അടിയന്തരമായ മുന്നറിയിപ്പുമായി മുന്നോട്ട് പോകാൻ പോവുകയാണ്. പല പ്രദേശങ്ങളിലും, അതായത് കൃഷിക്കായി ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ മുഴുവനും വലിയ വലിയ ഓച്ചകളും കാടുകളും വളർന്ന് വളരെ രൂക്ഷമായ ഈ പന്നികളുടെ സങ്കേതങ്ങളായി മാറിയിട്ടുണ്ട്. സുധീഷ്, ആനന്ദൻ, രമേശൻ തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ഹെൽത്തി കേരള ക്യാമ്പയിന് കൊല്ലം ജില്ലയിൽ തുടക്കമായി. M മുകേഷ് MLA ആരോഗ്യവണ്ടി ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് ഹെൽത്തി കേരള ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന ഹെൽത്തി കേരള ക്യാമ്പയിനാണ് കൊല്ലം ജില്ലയിൽ തുടക്കമായത്. M മുകേഷ് MLA ആരോഗ്യവണ്ടി ഫ്ളാഗ് ഓഫ് ചെയ്തു. എന്തൊക്കെയാണ് നമ്മളുടെ ഗവൺമെൻറ് സാധാരണ ഏറ്റവും സാധുക്കളായിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നത് എന്ന് സാധാരണക്കാർക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ്. അവരിപ്പോഴും ആശുപത്രിയിൽ പോയാൽ മരുന്ന് വാങ്ങിയാൽ എല്ലാം ഭീമമായ തുകയാകും. അതുകൊണ്ട് ആ രോഗവും കടിച്ചമർത്തി അതങ്ങ് അനുഭവിച്ച് തീർക്കുന്ന ഭൂരിപക്ഷം ആൾക്കാരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അങ്ങനെയല്ല, കാലം മാറി.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2 ദിവസമായിട്ട് തിരുവനന്തപുരത്ത് ലോക കേരള സഭ നടക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം ഒരു മീറ്റിങ്ങിൽ ഒരു വശത്ത് അമേരിക്കക്കാരും ഒരു വശത്ത് കാനഡക്കാരും ഇരുന്ന് ഒരു ചർച്ചയുണ്ടായിരുന്നു. ആ ചർച്ചയിൽ 75% ആൾക്കാരും പറഞ്ഞത് അമേരിക്കയിൽ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട്, ഗവൺമെൻറ് ചികിത്സയ്ക്ക് ഉള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, അവിടെ താങ്ങുന്നില്ല. ആരോഗ്യവകുപ്പിന്റെ സേവനങ്ങൾ സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് അവബോധം സൃഷ്ടിക്കുന്നതിനാണ് പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 1 മാസക്കാലം ആരോഗ്യവണ്ടി ജില്ലയിലെ മുഴുവൻ ആരോഗ്യ ബ്ലോക്കുകളിലും എത്തിച്ചേരും. അവിടെ ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിക്കും. പരിപാടിയുടെ ഭാഗമായി എക്സിബിഷനുകൾ, ആരോഗ്യ പരിശോധനകൾ, ബോധവൽക്കരണ പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കും. ജില്ലയിൽ ആരോഗ്യ മേഖലയിലുണ്ടായ വികസന പ്രവർത്തനങ്ങളുടെ വീഡിയോ, പോസ്റ്ററുകൾ എന്നിവ പ്രചരിപ്പിക്കും. ഇത് ആരോഗ്യ സന്ദേശയാത്രയുടെ വാഹനത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൽ ഷീജ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ദേവകിരൺ പദ്ധതി വിശദീകരണം നടത്തി. ആരോഗ്യവകുപ്പ് ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AR ശ്രീഹരി, ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ക്ലെനിൻ ഫെറിയ, ആരോഗ്യവകുപ്പ് ജില്ലാ പ്രോഗ്രാം ഓഫീസർമാരായ ഷാലിമ ടി, സാബു KB, ബൈജു R, അൻവർ, ആരോഗ്യ കേരളം ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ലഹരി വിരുദ്ധ നടത്തം സംഘടിപ്പിച്ചു. ചവറ കോയിവിള വടക്ക് 17-ാം വാർഡ് ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിലാണ് ലഹരി വിരുദ്ധ നടത്തം സംഘടിപ്പിച്ചത്. മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായാണ് ലഹരിക്കെതിരെ നടത്തം സംഘടിപ്പിച്ചത്. കോയിവിള വടക്ക് 17-ാം വാർഡ് ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു ലഹരിക്കെതിരെ നടത്തം. 32 നമ്പർ അംഗൻവാടിയിൽ നിന്നും ആരംഭിച്ച നടത്തം ഭരണിക്കാവ് ജംഗ്ഷനിൽ സമാപിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് SNൽ ഉദ്ഘാടനം ചെയ്തു. നമ്മൾക്ക് ഏറ്റെടുക്കാം, നമ്മുടെ ഭവനങ്ങളിലെ നമ്മുടെ കുട്ടികളിലേക്ക് ഈ ചിന്ത പകരാം. ഈ നമ്മുടെ സാമൂഹിക വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലഹരിക്കെതിരെയുള്ള ഈ പോരാട്ടത്തിന് തേവലക്കര ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാവിധ പിന്തുണയും. ഇതിന് ഏതു തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ നിന്നും നമ്മുടെ സമൂഹത്തിന് വലിയൊരു വിപത്തായി മാറുകയാണ് ലഹരി ഉപയോഗം. നമ്മളൊക്കെ കാണുന്നതിനും അപ്പുറമാണ്. ബഹുമാനപ്പെട്ട SHO ഒരുപക്ഷെ അതുകൂടെ വിവരിക്കും. പലതരത്തിലുള്ള നമുക്ക് മനസ്സിലാക്കാൻ തരത്തിൽ സാധിക്കാത്ത തരത്തിലുള്ള ലഹരികളാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കടന്നു വരുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പാലക്കൽ ഗോപൻ അധ്യക്ഷത വഹിച്ചു. തെക്കും ഭാഗം SHO മുഖ്യപ്രഭാഷണം നടത്തി. രാജ്യത്തിന് അകത്തും പുറത്തുമുള്ള ശക്തികളുടെ ഫലമായി നമ്മുടെ തലമുറയെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി പല തരത്തിലുള്ള പല പേരുകളിലായി പല രൂപങ്ങളിലായി നമ്മുടെ ഓരോരുത്തരുടെയും വീടിലും വീടിൻ്റെ പരിസരങ്ങളിലും എത്തിച്ചേർന്നിരിക്കുന്നു. അതിനെ നമ്മൾ MDMA എന്ന് വിളിക്കും, കഞ്ചാവെന്ന് വിളിക്കും, മെത്താഫിനെന്ന് വിളിക്കും. അങ്ങനെ ഇന്ന് തുടങ്ങി വിവിധ തരങ്ങളിൽ, വിവിധ രൂപങ്ങളിൽ, വിവിധ വർണ്ണരൂപങ്ങളിലും വിവിധമല്ലാത്ത രൂപങ്ങളിലും ഒക്കെയായി നമ്മളുടെ കൊച്ചു തലമുറയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. PH റഷീദ്, അംഗനവാടി അധ്യാപകരായ ശ്യാമള, ബിന്ദുകുമാരി, ആശാപ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, രക്ഷകർത്താക്കൾ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. തേവലക്കര ഗ്രാമപഞ്ചായത്തിലെ കമ്മ്യൂണിറ്റി വിമൻസ് ഫെസിലിറ്റർ അഞ്ജലി നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചവറ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടികളുടെ ഭാഗമായി ചിത്രരചന ക്യാമ്പ് നടത്തി. ഓച്ചിറ OCV ഓഫീസിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചാണ് ചിത്രരചന ക്യാമ്പ് നടത്തിയത്. ഓച്ചിറ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ OCV ഓഫീസിൽ വെച്ചാണ് ചിത്രരചന ക്യാമ്പ് നടന്നത്. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഞങ്ങളുടെ സേവനങ്ങളും നിങ്ങൾക്ക് വെളിപ്പുറത്തെത്തുന്നുണ്ട്. നിങ്ങൾ എന്താവശ്യങ്ങൾ പറഞ്ഞാലും ഒരു മുതലാളിയെ കാണുന്നത് പോലെ ഒരു മെസ്സേജ് കൊടുത്തിട്ട് മുതലാളിയുടെ ഉത്തരവിനായി കാത്തിരിക്കാതെ നിങ്ങളുടെ സഹോദരനായി, കൂടപ്പിറപ്പായി, നിങ്ങളുടെ ഏറ്റവും വലിയ അടുത്ത ബന്ധുവായി, നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് വിളിക്കാൻ പറ്റുന്ന, ആധികാരികമായി വിളിക്കാൻ പറ്റുന്ന സേവനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ ഞങ്ങളുണ്ട്. അപ്പോൾ ഈ 2 വ്യത്യാസങ്ങളും നിങ്ങൾ തുലനം ചെയ്ത് ഏറ്റവും സാമൂഹിക പ്രതിബദ്ധതയോടെ ഇന്നും വിനിയോഗിക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഞങ്ങളുടെ ഈ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങളും ഇന്നും തലയെടുപ്പോടെ അവരുടെയൊക്കെ മുൻപിൽ. ഓച്ചിറ മേഖലാ സെക്രട്ടറി R അനു അധ്യക്ഷത വഹിച്ചു. കേരള വിഷൻ ഡിസ്ട്രിബ്യൂഷൻ MD അഫ്സൽ B സ്വാഗതം പറഞ്ഞു. എല്ലാ മേഖലകളിലും സമ്മേളനത്തോടനുബന്ധിച്ച് അനുബന്ധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഓച്ചിറ മേഖലയിൽ നമ്മൾ ചിത്രരചനാ മത്സരമാണ് സംഘടിപ്പിക്കുന്നത്. നിങ്ങൾക്ക് എവർക്കും അറിയാം, ഇതെല്ലാം വന്നിരിക്കുന്ന എല്ലാവരും ഓച്ചിറ കേബിൾ വിഷന്റെ
കേരള വിഷന്റെയും കണക്ഷൻ ഉള്ള ഉപഭോക്താക്കളും കുട്ടികളുമാണ്. കഴിഞ്ഞ 30 വർഷക്കാലമായി ഞങ്ങളുടെ സേവനം നിങ്ങളുടെ വീടുകളിൽ എത്തുകയും സാധാരണ ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ കേബിൾ TV, ഇന്റർനെറ്റ്, ബ്രോഡ്ബാൻഡ് സർവീസിംഗ് COA സംസ്ഥാന കമ്മിറ്റി അംഗം അനിൽ മണിമന്ദിരം, COA ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും ജില്ലാ സമ്മേളന സ്വാഗത സംഘ ജനറൽ കൺവീനറുമായ T. വിനോദ് കുമാർ, ജില്ലാ കമ്മിറ്റി അംഗം താജ് ഗോപാൽ, COA മേഖലാ ട്രഷറർ അനീഷ് കുമാർ, ജില്ലാ കമ്മിറ്റി അംഗം രാധാകൃഷ്ണൻ നായർ, OCV മാനേജിംഗ് ഡയറക്ടർ ഫൈസൽ B തുടങ്ങിയവർ പങ്കെടുത്തു. ചിത്രകലാ അധ്യാപകൻ B. അശോക് ബാബു ചിത്രരചനാ ക്യാമ്പിന് നേതൃത്വം നൽകി. പണ്ട് കാലത്താണ് കൃത്യമായി ബോർഡർ ഇട്ടതിന് ശേഷമാണ് ചിത്രം വരയ്ക്കുന്നത്. ഇപ്പോൾ ഈ ആധുനിക കാലത്ത് അതൊക്കെ ഒഴിവാക്കിയാണ്. ബോർഡറൊന്നും ആരും വരയ്ക്കാറില്ല, ബോർഡർ ഇല്ലാതെ വരയ്ക്കാൻ പറ്റും. അപ്പോൾ 2 മാർഗങ്ങളുണ്ട്. ഒന്നിലെ ബോർഡർ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 4 വശവും കൃത്യമായ അളവിലിടണം. ആരെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ. തുടർന്ന് വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. കൊല്ലം ജില്ലാ പ്രസിഡന്റ് P. സുരേഷ് ബാബു സമ്മാന വിതരണം നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടികളുടെ ഭാഗമായി സെമിനാർ നടത്തി. തഴവ വണപ്പള്ളിയിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. പ്രലോഭിപ്പിച്ച് കീഴടക്കുന്ന കമ്പോളം എന്ന വിഷയത്തിലാണ് സെമിനാർ നടത്തിയത്. COA സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് വിഷയം അവതരിപ്പിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് വിവിധ പ്രദേശങ്ങളിൽ നടന്നുവരുന്ന സെമിനാറുകളുടെ ഭാഗമായാണ് മണപ്പള്ളിയിൽ സെമിനാർ സംഘടിപ്പിച്ചത്. COA സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് വിഷയാവതരണം നടത്തി. രാജ്യത്ത് റിലയൻസ് 1ാം സ്ഥാനത്ത് വന്നിട്ട് പോലും കേരളത്തിൽ 3ാം സ്ഥാനത്തേക്ക് റിലയൻസിനെ തള്ളി 30 ലക്ഷം കണക്ടിവിറ്റിയുമായി കേരളത്തിൽ 1ാമതും രാജ്യത്ത് 4ാം സ്ഥാനത്തിലേക്കും എത്താൻ കേരള വിഷന് കഴിഞ്ഞു എന്ന് പറയുന്നത് അതൊരു സംഘടിത ശക്തിയുടെയും ദീർഘവീക്ഷണത്തിന്റെയും മാറുന്ന കാലഘട്ടത്തിന്റെ അഭിരുചികൾ യഥാസമയം സ്വീകരിക്കാൻ കഴിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുരന്തമായി ഈ വിഷയത്തിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഉദാരവൽക്കരണത്തിന്റെയും അല്ലെങ്കിൽ സാമ്പത്തിക നയങ്ങളുടെയും ഭാഗമല്ല, കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ ഭാഗമല്ല, പ്രാദേശികമായ കച്ചവട സ്ഥാപനങ്ങൾ നഷ്ടപ്പെടുന്നതും സാധാരണക്കാരന്റെ ജീവിതം നഷ്ടപ്പെടുന്നതും പ്രാദേശികമായ കച്ചവട കമ്പോളങ്ങൾ നഷ്ടപ്പെടുന്നതും പുതിയ കാലഘട്ടത്തിലെ ഒരു ജനറേഷന്റെ അഭിരുചിയുടെ മാറ്റമാണ്. അത് അവർ വിളിച്ചു വരുത്തുന്നത് തലമുറകളിലേക്കുള്ള ഒരു ദുരന്തമാണ്. അതുണ്ടാകാതിരിക്കാനാണ് ഒരു സന്ദേശമെന്ന രീതിയിൽ ഇത്തരം സെമിനാറുകൾ എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. BJP വള്ളികുന്നം മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്യാം, ഗ്രന്ഥശാല കൗൺസിൽ അംഗം D. രാജേന്ദ്രൻ, കേരള യൂണിവേഴ്സിറ്റി അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ S. വേണുമോഹൻ, COA കൊല്ലം ജില്ലാ പ്രസിഡന്റ് P. സുരേഷ് ബാബു, ജനറൽ കൺവീനർ വിനോദ് കുമാർ, അനിൽ മണിമന്ദിരം, സുരേഷ് കലയം, ശ്രീജിത്ത് എസ് പിള്ള, അനിത AP തുടങ്ങിയവർ പങ്കെടുത്തു. അനൂപ് അധ്യക്ഷത വഹിച്ചു. അന്ന് എൻ്റെ വീടിൻ്റെ മുകളിലെല്ലാം വലിയ ഡിഷ് ആൻറ്റിനകളാണ്. ഓരോ ചാനലിനും ഓരോ ആൻറ്റിന വെച്ച് ആ ചാനലിനെ ഒരു മുറിയിലേക്ക് കൊണ്ടുവരികയും ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെച്ചുകൊണ്ട് കേബിൾ വഴി ഈ ചാനലുകളെല്ലാം ഓരോ വീടുകളിലും എത്തിക്കുന്ന വിപ്ലവകരമായിട്ടുള്ള ഒരു സാമൂഹിക മാറ്റത്തിന് തുടക്കം കുറിച്ചത്, നമ്മളെ അറിയുവാനും അറിയിക്കുവാനും ഒക്കെയുള്ള കൂടുതൽ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയത്, ഈ ലോകത്തെ പറ്റിയും നാടിനെ പറ്റിയും ഒക്കെ വിവിധ സംസ്കാരങ്ങളെ പറ്റിയും സാഹിത്യങ്ങളെ പറ്റിയും കലകളെ പറ്റിയും ഒക്കെ നമുക്ക് വേണ്ട അറിവ് നൽകുവാൻ സഹായിച്ചത് കേബിൾ TV ആയിരുന്നു. ന്യൂസ് ബ്യൂറോ, തഴവ. ബഡ് സ്കൂൾ വിദ്യാർത്ഥികൾക്കൊപ്പം ഭക്ഷണം കഴിച്ച് കേരള കോൺഗ്രസ് M പ്രവർത്തകർ. KM മാണിയുടെ ജന്മദിനത്തിന്റെ ഭാഗമായാണ് കേരള കോൺഗ്രസ് M കരുനാഗപ്പള്ളി മണ്ഡലം കമ്മിറ്റികളിലെ പ്രവർത്തകർ ഭിന്നശേഷി കുട്ടികൾക്കൊപ്പം ഭക്ഷണം കഴിച്ച് ജന്മദിനാഘോഷം സംഘടിപ്പിച്ചത്. ഓച്ചിറ ചങ്ങൻകുളങ്ങര ബഡ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കൊപ്പമാണ് കേരള കോൺഗ്രസ് M കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റി പ്രവർത്തകർ ഭക്ഷണം കഴിച്ചത്. KM മാണിയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായാണ് ഭക്ഷണം വിതരണം ചെയ്തത്. KM മാണിയുടെ ജന്മദിനാഘോഷം കാരുണ്യദിനമായാണ് ആചരിക്കുന്നത്. ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു. മഹാത്മാഗാന്ധിയെ വെടിവെച്ച് രക്തസാക്ഷരം ഭരിച്ച ദിവസം കൂടിയുള്ള ദിവസമായതും മാണി സാറിനെ പോലുള്ള മഹാത്മാക്കൾ കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ സംഘടനകളെ ആലേഖനം ചെയ്യത്തക്ക വിധത്തിലുള്ള ബഡ്ജറ്റ് അവതരണം, അദ്ദേഹത്തിന്റെ ബഡ്ജറ്റ് അവതരണം നമ്മൾ
ഒത്തിരി നാൾ കേട്ടിട്ടുള്ള വിവിധ തരത്തിലുള്ള പുരോഗതി, കേരളത്തിൻ്റെ പുരോഗതിയിലേക്ക് ഉയർത്തിയ ഒരു നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും അതേപോലെ കാരുണ്യ ബലവലം ഫണ്ട്, രോഗികൾക്ക് ധനസഹായം നൽകുന്ന കാരുണ്യ ബലവലം ഫണ്ട്, അതുപോലുള്ള വിവിധ തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത നേതാവ് കൂടിയാണ്. കൊല്ലം ജില്ലാ സെക്രട്ടറി അബ്ദുൽ സലാം അൽഹന മുഖ്യപ്രഭാഷണം നടത്തി. ഒരു ദിവസം പറഞ്ഞാലും തീരില്ല. കാരണം മാണിസാർ കാരുണ്യത്തിന്റെ കടലായിരുന്നു. മാണിസാർ കൊണ്ടുവന്നതാണ് കാരുണ്യ ലോട്ടറിയും അതോടൊപ്പം തന്നെ കാരുണ്യ മെഡിക്കൽ സ്റ്റോറുകൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ. മാണിസാറാണ് സത്യത്തിൽ കേരളത്തിന്റെ പുരോഗതിക്ക് വേണ്ടി വഴി തെളിച്ചു കൊടുത്ത ഒരു വ്യക്തിയാണ് മാണിസാർ. ഈ മാണിസാറിന്റെ ജന്മദിനമാണ് ഇന്ന്. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് ഒരേ മണ്ഡലത്തിൽ 52 വർഷം MLA ആയും മന്ത്രിയുമായി ഇരുന്ന ഒരു വ്യക്തി. ഒരു മണ്ഡലത്തിൽ 52 വർഷമാണ് അദ്ദേഹം തെരഞ്ഞെടുത്തിരിക്കുന്നത്. എന്താണ് കാരണം? അദ്ദേഹത്തിന്റെ ക്വാളിറ്റിയാണ് ആ കാരണം. കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം പ്രസിഡന്റ് ജീബു കച്ചിക്കട, കുലശേഖരപുരം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ദിലീപ്, മധു CR, സിന്ദാപി നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. കൊട്ടാരക്കര നഴ്സിംഗ് കോളേജ് നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി KN ബാലഗോപാൽ. ETCയിലെ 3.5 ഏക്കർ സ്ഥലം ഏറ്റെടുക്കൽ നടപടി ഉടൻ പൂർത്തീകരിക്കും. നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുമെന്നും മന്ത്രി. ബിവറേജസ് കൗണ്ടറിൽ നിന്നും മദ്യം മോഷ്ടിച്ച യുവാവ് പിടിയിൽ. തേവലക്കര കോയിവിള സ്വദേശി ശരത്താണ് പിടിയിലായത്. പലതവണകളായി 40 കുപ്പി മദ്യമാണ് ഇയാൾ മോഷ്ടിച്ചത്. MDMAയുമായി യുവാവ് പോലീസിന്റെ പിടിയിൽ. കരുനാഗപ്പള്ളി കുലശേഖരപുരം സ്വദേശി സക്കീറാണ് പിടിയിലായത്. 11.260 ഗ്രാം MDMA ഇയാളിൽ നിന്നും പിടികൂടി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനം അനുബന്ധ പരിപാടികൾ പുരോഗമിക്കുന്നു. ഓച്ചിറയിൽ ചിത്രരചനാ ക്യാമ്പ്, തഴവ മണപ്പള്ളിയിൽ സെമിനാർ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.